ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ആപ്പ് തയ്യാറാക്കണം, അതും പ്രത്യേകിച്ചൊരു ഗെയിം. ഇതൊരു ഗെയിമാണ്. ഇങ്ങനെ ഒരു ആപ്പ് എങ്ങനെ തയ്യാറാക്കാൻ സാധിക്കും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ, പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിക്കാതെ തന്നെ ഇതുപോലെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാം. എന്തായിരിക്കും അതിന് പിന്നിലുള്ള മാർഗം? ഒരു ഗെയിമിന്റെ മൊബൈൽ ആപ്പ് പ്രത്യേകിച്ചൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും സഹായമില്ലാതെ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ ഈ ലാർജ് ലാംഗ്വേജ് മോഡലായ ChatGPT ആണ്. നമുക്ക് ഏത് LLM വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ChatGPT ഉപയോഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. chatgpt.com എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് താഴെ മെസ്സേജ് ChatGPT എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്താണോ പറയാനുള്ളത് ആ പ്രോംപ്റ്റ് അവിടെ നമുക്ക് കൊടുക്കാം. ChatGPTയോട് പറയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിവിടെ എനിക്ക് ടിക് ടാക് ടോ ഗെയിം വേണം. Provide me the code for this which works in various devices. Use attractive background color for each cell and different text color. Stylish gradient background color for page. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ChatGPT തന്നെ നമുക്ക് ആവശ്യമായ കോഡ് എഴുതി തരും. ഈ കോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് 3 കാര്യങ്ങൾ ചേരുന്നുണ്ട്. ഒന്നൊരു HTML പേജ് വരും, രണ്ടാമത് CSS പേജ് വരും, അതിനോട് ചേർന്ന് ജാവാസ്ക്രിപ്റ്റ് കോഡും നമുക്ക് ലഭിക്കും. ഈ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ChatGPT പറഞ്ഞിട്ടുണ്ട്. അത് എഴുതിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പം ആ ഗെയിമിനുള്ള കോഡ് ChatGPT തന്നെ നമുക്ക് എഴുതി തന്നു. ഇവിടെ നോക്കുമ്പോൾ 3 സെക്ഷനായിട്ട് നമുക്ക് കാണാം. ഒരു HTML പേജ് ഉണ്ട്, ഒരു CSS പേജ് ഉണ്ട്, മറ്റൊരു ജാവാസ്ക്രിപ്റ്റ് പേജ് കൂടെ ഉണ്ട്. ഇനി ഇത് വർക്കിംഗ് ആണോ നോക്കണം. ഓക്കെ, ChatGPTയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 3 കോഡുകൾ നോട്ട് പാഡിലേക്ക് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്ത് റിസൾട്ട് പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് മറ്റൊരു ടൂളിനെ പരിചയപ്പെടേണ്ടതുണ്ട്. അത് വളരെ സൗകര്യമുള്ളൊരു ടൂളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പേജ് ശ്രദ്ധിക്കുക. code.pen.io എന്ന് പറയുന്ന ഒരു പേജാണ്. ഇതിനകത്ത് 3 സെക്ഷൻസ് കാണാം. ഇതിന്റെ പ്രത്യേകത HTML ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കോഡ് കൊടുക്കുമ്പോൾ തന്നെ താഴ്ഭാഗത്തായിട്ട് അതിന്റെ പ്രിവ്യൂ കിട്ടും, ലൈവ് പ്രിവ്യൂ കിട്ടും. കോഡിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ കോഡ് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ റിസൾട്ട് എടുക്കാനുള്ള സൗകര്യം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നോട്ട് പാഡിലേക്ക് സേവ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കോഡ് പേസ്റ്റ് ചെയ്ത് റിസൾട്ട് എങ്ങനെ ആയിരിക്കും, റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലെങ്കിൽ വീണ്ടും ChatGPTയിൽ കാര്യം പറഞ്ഞ് കോഡിനകത്ത് കറക്ഷൻ വരുത്തിയതിനു ശേഷം നമുക്ക് നോട്ട് പാഡിൽ സേവ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ലേഔട്ട് വേണമെങ്കിൽ മാറ്റാം. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ലേഔട്ട് മാറും. കോഡിനകത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വ്യത്യാസം വരുത്തിയാൽ സേവ് ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ChatGPTയിലുള്ള കോഡുകൾ ഓരോന്നായിട്ട് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ChatGPTയിൽ തന്നിരിക്കുന്ന കോഡ് കോപ്പി ചെയ്യാൻ വേണ്ടി കോപ്പി കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെയുണ്ട്. HTML ആണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും CSS ആണെങ്കിലും ഈ കോപ്പി കോഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കോപ്പി ചെയ്ത് നമ്മളുടെ കോഡ് പെൻ എന്ന് പറയുന്ന ഓൺലൈൻ ടൂളിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ HTML കോപ്പി ചെയ്തു. നമുക്കിവിടെ HTML കോഡ് പേസ്റ്റ് ചെയ്യാം. അതുപോലെ CSS ഫയലും JS ഫയലും നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ CSS ഫയൽ സേവ് ചെയ്തു. ഉടൻ തന്നെ ആ പേജിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് കാണാം. ഇനി ജാവാസ്ക്രിപ്റ്റ് കോഡ് കൂടെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് കോഡും ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കോഡും ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാം. ഇപ്പോൾ ഈ ഫയല് വർക്കിംഗ് ആണ്. നമുക്കിതിനെ മൊബൈൽ ആപ്പാക്കി കൺവേർട്ട് ചെയ്യണം. അതിന്റെ കാര്യങ്ങൾ ഇനി നോക്കാം. നമ്മളുടെ ഈ കോഡിനെ ഒരു മൊബൈൽ ആപ്പ് ആക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഈ 3 കോഡും നമ്മളുടെ മെഷീനിലേക്ക് സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുകിൽ ഇവിടെ നിന്ന് ഓരോന്നിനെയും കോപ്പി ചെയ്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ChatGPTയിൽ കോഡ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വഴി കോപ്പി ചെയ്ത് നമ്മളുടെ മെഷീനിലേക്ക് സേവ് ചെയ്യണം. നമ്മളുടെ മെഷീനകത്ത് കോഡുകൾ സേവ് ചെയ്യാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എഡിറ്റർ നോട്ട് പാഡാണ്. ഈ നോട്ട് പാഡിലേക്ക് വേണം
ഇത് ഓരോന്നും പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്യാൻ വേണ്ടി. ഞാൻ ആദ്യം HTML കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിനു ശേഷം ഫയലിനകത്ത് നിന്ന് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ ഫയലിന്റെ പേര് index.html എന്ന് കൊടുക്കണം. ചില മെഷീനകത്ത് HTML ഫയലായിട്ട് സേവ് ആയി എന്ന് വരില്ല. അതുകൊണ്ട് താഴെ ഓൾ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കണം. സേവേഴ്സ് ടൈപ്പ് ഓൾ ഫയൽസ് കൊടുക്കണം. ഫയൽ നെയിം index.html. അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഈ G എന്നുള്ള ഡ്രൈവില് ടിക്ടാക്ടോ എന്നുള്ള ഗെയിം ഫോൾഡറിനകത്ത് ഈ ഫയൽ സേവ് ആകും. ഓക്കെ, അത് index.html ആയിട്ട് സേവ് ആയി. അതുപോലെ തന്നെ അടുത്ത 2 കോഡുകളും ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ഇതേപോലെ സേവ് ചെയ്യണം. ഞാൻ ഇനി CSS ഫയലിനെ ഇവിടെ സേവ് ചെയ്യുന്നു. അതിന്റെ ഫയൽ നെയിം styles.css എന്നാണ് കൊടുക്കുന്നത്. styles.css. കാരണം HTML ഫയലിനകത്ത് CSSന്റെ പേര് സ്റ്റൈൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പേര് മാറിപ്പോകാൻ പാടില്ല. അത് സേവ് ആക്കി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ജാവാസ്ക്രിപ്റ്റ് ഫയൽ കൂടെയാണ്. അതിന് അടുത്ത നോട്ട് പാഡ് ഇവിടെ എടുക്കുന്നു. ജാവാസ്ക്രിപ്റ്റ് കോഡും ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനെയും സേവ് ചെയ്യാം. script.js എന്നുള്ള പേരിലാണ് ജാവാസ്ക്രിപ്റ്റിനെ സേവ് ചെയ്തത്. ഓക്കെ, അപ്പൊ 3 ഫയൽസ് ഇവിടെ സേവ് ആക്കി. index.html, styles.css, script.js. ഓക്കെ, ഇപ്പോ അത് 3ഉം ഈ ടിക്ടാക്ടോ എന്നുള്ള ഒരു ഫോൾഡറിനകത്ത് സേവ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അടുത്തതായിട്ട് ഈ 3 ഫയൽസിനെയും നമുക്ക് മറ്റൊരു ഓൺലൈൻ ടൂളിലേക്ക്, ഓൺലൈൻ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു ലിങ്ക് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ആ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊബൈൽ ആപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ 3 ഫയൽസ് നിൽക്കുന്ന ഫോൾഡർ ഉണ്ടല്ലോ, ടിക്ടാക്ടോ, ആ ഫോൾഡറിനെ നമ്മൾ സിപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ G ഡ്രൈവിലേക്ക് വരുന്നു. ടിക്ടാക്ടോ എന്നുള്ള ഫോൾഡറിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിനകത്ത് നിന്ന് കിട്ടുന്ന പുതിയ വിൻഡോയിൽ അല്ലെങ്കിൽ പോപ്പപ്പ് വിൻഡോയിൽ കംപ്രസ് ടു സിപ്പ് ഫയൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ പ്രസ് ചെയ്യുക. ഉടൻ തന്നെ പുതിയൊരു ഫയൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്, സിപ്പ് ഫയൽ കിട്ടിയിട്ടുണ്ട്, ടിക്ടാക്ടോ എന്ന് പറയുന്നത്. ഈ സിപ്പ് ഫയലാണ് നമ്മൾ അടുത്ത ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ആ വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത സ്റ്റെപ്പ് നമ്മളെ സഹായിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് tiny.host എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. TIINY.HOST എന്ന് പറയുന്ന സൈറ്റ്. അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ വരുന്ന പേജ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത 3 ഫയൽസും അപ്ലോഡ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ആ 3 ഫയൽസും അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ വരും. അവിടെ HTML, PDF, PHP, SIP അങ്ങനെ പല കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 3 ഫയൽസ് ഉള്ളത് കൊണ്ട് ആ 3 ഫയൽസിനെയും ആദ്യം ഒരു സിപ്പ് ഫയലാക്കി മാറ്റിയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ടിക്ടാക്ടോ എന്ന പേരിലുള്ള സിപ്പ് ഫയലിനെ ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്തേക്ക് tiny.host എന്ന് പറയുന്ന വെബ്സൈറ്റിലെ സിപ്പ് ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഭാഗത്തേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ടിക്ടാക്ടോ എന്നുള്ള സിപ്പ് ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ലിങ്ക് നെയിം പറയണം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് ഒരു പേര് പറയണം. ഞാൻ ഇവിടെ കൊടുത്ത പേര് ഗെയിം ബൈ ബിനു എന്നാണ്. അപ്പോൾ കിട്ടുന്ന ലിങ്ക് gamebybinu.tiny.site എന്നുള്ള പേരിലായിരിക്കും വരിക. അതിനുശേഷം എന്ത് ചെയ്യണം, പബ്ലിഷ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, gamebybinu.tiny.site എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാകും. വ്യൂ സൈറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ആ സൈറ്റിലെ കാര്യങ്ങൾ കാണാം. കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് അതിന്റെ ലിങ്ക് കോപ്പി ചെയ്യാം. വ്യൂ സൈറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു പേജിൽ ആ ഗെയിം ഓപ്പൺ ആയി കിട്ടും. അതിന്റെ മുകളിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം,
അതിന്റെ പാത്ത് നമുക്ക് കാണാം. game.binu.tiny.site എന്ന് പറയുന്ന ഒരു സൈറ്റ് അവിടെ ഉണ്ടായി കഴിഞ്ഞു. അതിനകത്താണ് നമ്മൾ ഈ ഗെയിം ചെയ്യുന്നത്. ഓക്കെ, തൽക്കാലത്തേക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ പാത്താണ് നമ്മൾ നമ്മളുടെ മൊബൈൽ ആപ്പ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പകുതിയിലേറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുള്ളൂ. ഈ പാത്തിനെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കോപ്പി ചെയ്തത്? ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ലിങ്ക് കോപ്പിയായി. ഈ കോപ്പി ആക്കിയ ലിങ്ക് കൊണ്ട് മറ്റൊരു വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാം. ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ടൂൾ എന്ന് പറയുന്നത് webintoapp.com എന്നുള്ള വെബ്സൈറ്റ് ആണ്. അവിടെയും ലോഗിൻ വേണം. ഞാൻ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പേജാണ് ഇവിടെ കാണുന്നത്. അവിടെ ഡാഷ്ബോർഡ്, ആപ്പ് മേക്കർ, ആപ്സ് തുടങ്ങിയ കാര്യങ്ങൾ മുകളിൽ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ എടുക്കുന്ന പേജ് ആപ്പ് മേക്കർ എന്ന് പറയുന്ന പേജാണ്. അതെടുത്തു കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ പേജിൽ കാണാൻ സാധിക്കുക. ഇവിടെ നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഏത് വെബ്സൈറ്റിന്റെ ആണോ ആപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ സൈറ്റിന്റെ പേര് ഇവിടെ കൊടുക്കാൻ പറയുന്നു. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന പേര് ഇവിടെ കൊടുക്കുക. game.binu.tiny.site എന്ന് കൊടുക്കുക. HTML ഫയൽസ് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം അവിടെ കാണുന്നുണ്ട്. നമ്മൾ പക്ഷേ ഇവിടെ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം ആപ്പിനൊരു പേര് പറയാം. എന്താണ്? ടിക്ടാക്ടോ എന്ന് തന്നെ പേര് പറയാം. ആപ്പിന്റെ പേര്, കമ്പനിയുടെ പേര്, നമ്മളുടെ ചാനലിന്റെ പേര് തന്നെ പറയാം. ഓക്കെ, കമ്പനിയുടെ ഒരു പേര് അവിടെ കൊടുത്തു. ഇനിയും നമ്മൾ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഐക്കൺ കൊടുക്കേണ്ടതുണ്ട്. നിലവിൽ കമ്പ്യൂട്ടറിനകത്ത് ഐക്കൺ ഇല്ലെങ്കിൽ ഫൈൻഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി. മൗസ് എത്തിക്കുമ്പോൾ തന്നെ ഫൈൻഡ് എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. flaticon.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ഇഷ്ടം പോലെ ഐക്കൺസ് ഉണ്ടാകും. അടുത്ത പേജ് അവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. 3 ലക്ഷത്തിന് മുകളിൽ ഐക്കൺസ് ഇവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് വെബ്സൈറ്റ്. ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഐക്കൺ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഐക്കൺ സെലക്ട് ചെയ്യുന്നു. അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. അവിടെ നിന്ന് അതിനെ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ അതിനെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആ ഫയൽ ഓൾറെഡി ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ സെറ്റ് ഐക്കൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഐക്കൺ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും. അത് ടെലിഗ്രാം എന്ന് പറയുന്ന പേരിൽ ഉള്ള ഒരു PNG ഫയലായിരുന്നു. ഞാൻ അതിനെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഐക്കൺ സെറ്റായി. ഇനി നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആപ്പ് മേക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പറയും. ഫ്രീ ആൻഡ്രോയിഡ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡെഡിക്കേറ്റഡ് ആൻഡ്രോയിഡ് ആൻഡ് iOS ആപ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് $89 കൊടുക്കണം. അതുകൊണ്ട് ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് മേക്ക് ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ ആപ്പ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതിന്റെ APK ഫയൽ തയ്യാറാക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ആപ്പ് റെഡിയായി വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിന്റെ ഹോം പേജിന്റെ ഒരു ലിങ്ക് അവിടെ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാം. തൽക്കാലം നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പിന്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ടിക്ടാക്ടോ വേർഷൻ 1.0 എന്ന് പറയുന്നത്. അത് റെഡിയാണ്, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ വലതുവശത്ത് ഡൗൺലോഡ് ബട്ടൺ കാണിച്ചിട്ടുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ വന്നു. ഇതിൽ ഡൗൺലോഡ് എന്നുള്ള ആ ലിങ്കിൽ പ്രസ് ചെയ്യുക. ഡൗൺലോഡ് ഓൾ ഫയൽസ്, അത് സിപ്പായിട്ടായിരിക്കും ഡൗൺലോഡ് ചെയ്ത് വരിക. ഇവിടെ വലതുവശത്ത് ഡൗൺലോഡ് ആകുന്നതിന്റെ പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്. ആ പ്രോഗ്രസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഫയലിനെ ഓപ്പൺ ചെയ്തെടുക്കാം. ഇപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ എവിടെയാണോ സ്റ്റോർ ആയിരിക്കുന്നത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തെടുക്കാം. നമ്മുടെ ഗെയിം ഇവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഒരു സിപ്പ് ഫയലായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കംപ്രസ്ഡ് ഫയലായിട്ടാണ്. അപ്പൊ അതിന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അതിനകത്തെ ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ എക്സ്ട്രാക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഒരു ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. എക്സ്ട്രാക്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും.
ഇപ്പോൾ ആ ഫയൽസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്തു, അൺസിപ്പ് ചെയ്തു. അതിനകത്ത് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാകും. അതിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ ഒരു APK ഫയൽ കാണാം. app-release.apk എന്ന് പറയുന്ന ഒരു ഫയൽ കാണാം. ഈ ഫയലാണ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കോപ്പി ചെയ്യേണ്ടത്. അതിന് ഏറ്റവും എളുപ്പമാർഗം നമ്മളുടെ മൊബൈൽ ഫോണിനകത്ത് യൂസ് ചെയ്യുന്ന ഇമെയിൽ ID ഏതാണോ അതിന്റെ ഡ്രൈവിലേക്ക് ഈ ഫയലിനെ കോപ്പി ചെയ്തിടുക. കോപ്പി ചെയ്തിട്ടതിന് ശേഷം മൊബൈൽ ഫോണിൽ നിന്ന് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്ത് ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മളുടെ മെയിൽ ID-യുടെ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ട് ന്യൂ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് ഫയൽ അപ്ലോഡ് സെലക്ട് ചെയ്യുക. ഫയൽ അപ്ലോഡ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏത് ഫയലാണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അതിനുള്ള ഓപ്ഷൻ ചോദിക്കും. നമ്മളുടെ ഫയൽ നിൽക്കുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് APK ഫയൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഞാൻ APK സെലക്ട് ചെയ്ത് ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ APK ഫയൽ നമ്മുടെ ഡ്രൈവിലേക്ക് ഓപ്പൺ ആയിക്കോളും. നമുക്കിനി മൊബൈൽ ഫോണിനകത്ത് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡ്രൈവ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അവിടെ app-release.apk എന്ന ഫയൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. APK ഫയൽ ഇവിടെ ലോഡ് ആകുന്നു. ലോഡ് ആയതിനു ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നു. ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്യുക. സ്കാൻ ആപ്പ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. ആപ്പിന്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ആപ്പ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ തയ്യാറാക്കിയ ഗെയിം ആപ്പാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമുക്കൊരു ഗെയിം ആപ്പ് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ സാധിക്കും.